ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ കിഷോർ എന്ന് പറയുന്ന മഹാനെ ശരിക്കും തട്ടിക്കളയണമെന്നുള്ള കാര്യം കൂടെ നിന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു ഈ പറയുന്ന വരുൺ. അത് കേട്ടപ്പോൾ അവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗീതുവിനെയും അതുപോലെ ഗോവിന്ദനെയും തമ്മിൽ പിരിക്കാൻ ആർക്ക് കഴിയും? നിന്റെ കരുൺ നായക്കിന് കഴിയുമോ എന്ന് ചോദിച്ചു. അവനെ നമ്മൾ ഒട്ടും താഴ്ത്തി കാണരുത്, സമനായിട്ട് വേണം കാണാനെന്നൊക്കെ പറഞ്ഞു. അവനെ നമ്മൾ പേടിച്ച് നിൽക്കുമ്പോൾ അവൻ നമ്മളെ മൊത്തത്തിൽ വിഴുങ്ങാൻ ശ്രമിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് കേട്ടപ്പോൾ അതൊക്കെ അവൻ്റെ വെറും തോന്നലാണെന്നുള്ള കാര്യം പറയുകയാണ് രാധികാമ്മ. അവൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ, അതിനുശേഷം അവനിട്ടുള്ള പണി നമുക്ക് തന്നെ കൊടുക്കാമെന്നും അമ്മ പറയുന്നു. അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം മകൻ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം വരുണിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അമ്മയും മകനും കിഷോറിനെ എങ്ങനെ തകർക്കാം, കിഷോറിൻ്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം മേടിച്ച് അല്ലെങ്കിൽ അത് വശത്താക്കിയതിന് ശേഷം വേണം, ഗീതുവിനും ഗോവിന്ദനെയും തമ്മിൽ തല്ലിച്ചതിന് ശേഷം വേണം അവനെ ശരിയാക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു, സംസാരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഈ നമ്മുടെ കിഷോർ ഇങ്ങനെ അങ്ങ് വരുന്നു. കിഷോർ ഇങ്ങ് വരുന്ന സമയത്ത് വണ്ടിയിലാണ് വരുന്നത്. ഒരു സൈഡിൽ നിർത്തി രാധികാമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് സ്വയം ഇങ്ങനെ വിളിക്കാം. നിങ്ങളുടെ 10 കോടിയൊന്നും അല്ല എൻ്റെ ലക്ഷ്യം എന്നും പറഞ്ഞുകൊണ്ട് ഈ കമ്പ്യൂട്ടറിലുള്ളതെല്ലാം ഒരു സീക്രട്ട് ഫയലിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോൾഡറിലേക്ക് മാറ്റണമെന്നും അതിനുശേഷം നിങ്ങൾ തരുന്ന 10 കോടിയൊന്നും എനിക്ക് ആവശ്യമില്ലെന്നും എൻ്റെ ലക്ഷ്യം ഇനി AGMൻ്റെ മുഴുവൻ ആസ്തിയാണെന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറയുക. അപ്പോൾ എൻ്റെ ഈ കൈ കൊണ്ട് അവർ മരിച്ചാൽ, അതും ഗോവിന്ദ് സാർ എൻ്റെ കൈകൾ കൊണ്ട് മരിച്ചാൽ, വിധവയാകുന്ന ഗീതു, അതിനുശേഷം ഈ രഹസ്യങ്ങളെല്ലാം പുറത്തു വിട്ടാൽ ഗോവിന്ദ് സാറിൻ്റെ മരണത്തിന് ഉത്തരവാദിയാകുന്നത് ഈ രാധികാമ്മയും മകനും. അവരെ പിന്നെ പോലീസ് കൊണ്ടുപോയിക്കോളും. അന്നേരത്തേക്കും അവർണികയുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ ഡിവോഴ്സ് മേടിക്കുക. അത് കഴിയുമ്പോൾ വിധവയായ ഗീതുവിന് സ്നേഹവും തണലും കരുതലും ഒക്കെ ആയാൽ ആ AGM തൻ്റെ കയ്യിലിരിക്കും. ഇനി ഇതാണ് തൻ്റെ ലക്ഷ്യം എന്നും സ്വയം വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുത്തുകൊണ്ട് കിഷോർ ഇങ്ങനെ ആ രീതിയിൽ, അതായത് ഗോവിന്ദനെ കൊല്ലാൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ആ സംഭവ വികാസങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കിഷോർ ആലോചിച്ച് കൂട്ടുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദൻ വീണ്ടും അവിടെ ഇരുന്ന് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു. അജാസ് തൊട്ടരികിൽ നിൽക്കുന്നു. അപ്പോൾ അജാസ് തൊട്ടരികിൽ നിൽക്കുമ്പോൾ അജാസിനോട് അവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അജാസ് ഇവിടെ വന്നിരിക്കാൻ നിർബന്ധിച്ച് ഗോവിന്ദൻ പറയുക. എനിക്ക് ഗീതുവിൻ്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ലടോ, അവളെ ഞാൻ എന്ത് ചെയ്യും, അവൾക്ക് ഇങ്ങനെ മെൻ്റലായി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഗീതുവിൻ്റെ കാര്യത്തിൽ തനിക്ക് എന്താണ് അഭിപ്രായം എന്നിങ്ങനെ അജാസിനോട് ചോദിച്ചപ്പം സാറ് പറഞ്ഞത് 100% ശരിയാണ് സാർ, ഗീതാഞ്ജലി മേഡത്തിന് ഭ്രാന്തുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഞെട്ടി. ഗീതുവിന് ഭ്രാന്തുണ്ടോ? അപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് തന്നെ കൊല്ലാൻ ശ്രമിച്ചവർ ചേതൻ ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്തി കളഞ്ഞ് ഗീതാഞ്ജലി മേഡത്തിന് ഭ്രാന്തുണ്ട്. അല്ലെങ്കിൽ സ്വന്തം ജീവൻ പണയം വെച്ച് സ്കൂട്ടറിൻ്റെ പിന്നിലും പുറകിലും ഒക്കെ ക്യാമറ ഘടിപ്പിച്ച് സാറിൻ്റെ ശത്രുക്കളെ തന്നിലേക്ക് ആകർഷിച്ച് സാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ മേഡത്തിന് ഭ്രാന്തുണ്ട്. അങ്ങനെ ശത്രുക്കളുടെ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ ഗീതാഞ്ജലിയുടെ യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ ഗോവിന്ദനോട് ഗീതുവിനുള്ള യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നമ്മുടെ അജാസ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ഗോവിന്ദനെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ അജാസ് തന്നെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോൾ ഗോവിന്ദന് ശരിക്കും കുറ്റബോധം ഉണ്ടാകുന്നത്. കാരണം എന്താ, നമ്മുടെ ഗീതുവിനെ അത്രത്തോളം തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ളൊരിതിൽ. അങ്ങനെ ഗീതാഞ്ജലി മേഡം കാണിക്കുന്ന ആ ഒരു ഭ്രാന്തിൻ്റെ പേരാണ് സ്നേഹമെന്ന്. അപ്പം ഗീതുവിൻ്റെ ആ ഒരു സ്നേഹമാണ് സാർ ലോകത്തിലെ ഏറ്റവും വലിയ ഭ്രാന്ത് എന്ന കാര്യം അജാസ് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കേട്ട് ഗോവിന്ദൻ ഇങ്ങനെ അമ്പരപ്പോടു കൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പെറ്റു വളർത്തിയ അമ്മ പോലും ചെയ്യാത്ത ഒരു ബലിയാണ് സാറേ ഗീതാഞ്ജലി മേഡം സാറിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഗോവിന്ദൻ അതിനൊന്നും പറയാൻ മറുപടികളില്ല, ഉത്തരങ്ങളില്ല. ഇങ്ങനെ ഗോവിന്ദൻ ആകെ വിഷമിച്ചിരിക്കുക. ഗീതു എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോഴാണ് ഗോവിന്ദന് ശരിക്കും മനസ്സിലായത് അജാസ് പറഞ്ഞത്. അപ്പോൾ സാറ് വിചാരിക്കുന്നത് പോലെ ഗീതാഞ്ജലി മേഡം സാറിന് വേണ്ടി ഒന്നും ദ്രോഹമായിട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പാട്ടുകാരിയുടെ പ്രേരണ കൊണ്ടൊന്നും അല്ല ഗീതാഞ്ജലി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ സാറിന് വെറും തെറ്റിദ്ധാരണയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഗീതു മേഡത്തിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. ആ ഒരു അറിവ് വെച്ച് ഞാൻ സാറിനോട് പറയുവാണ്, രാധിക മാം സാറിനെ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയായി ഗീതു മാം സാറിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഗോവിന്ദൻ്റെ തലയ്ക്ക് ഇങ്ങനെ പെരുപ്പ് കയറുക കേട്ടോ.
അത്രയ്ക്ക് അത്രയ്ക്ക് കരുതലും അതുപോലെ നിഷ്കളങ്കവും നിറഞ്ഞതാണ് ഗീതു മേഡത്തിൻ്റെ സ്നേഹം. അവരെൻ്റെ അനിയത്തിക്കുട്ടിയായിരുന്നെങ്കിലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അജാസ് പറയുക. അത്രത്തോളം ഗീതുവിനെ അജാസ് മനസ്സിലാക്കി. പക്ഷെ ഗോവിന്ദന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതാണ് അവിടെ. അപ്പോൾ സ്വയം എന്താ പറയുന്നത്, ചുവടുകൾ പോലും പിഴച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. ഗോവിന്ദൻ അങ്ങനെ പലതും ആലോചിക്കുന്നു. അജാസ് പറഞ്ഞു ഓരോ കാര്യങ്ങളും ഇങ്ങനെ തലയിൽ കയറിയിട്ടേ ഭയങ്കര വിഷമം. ഈ സമയം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗീതുവിനെയാണ് കാണിക്കുന്നത്. നാളെ നല്ലൊരു വിഷുപ്പുലരി പിറക്കുമെന്ന് സ്വപ്നം കണ്ടതാ, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെയൊക്കെ ഗീതു തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ ഇങ്ങനെ സ്വയം നിന്ന് പറയുന്നു. അതിനുശേഷം ഗീതു ഓരോ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. മനസ്സിലെ ആ ഒരു വലിയ വിഷു ദിവസം ഇവരെ എല്ലാവരും സ്നേഹത്തോടെ ഒരുമയോടെ വിഷുക്കണി കണ്ടതും അങ്ങനെ മറ്റു കാര്യങ്ങളും ഇതെല്ലാം. പിന്നെ ഒരു ആഘോഷത്തിൻ്റെ നിറവിൽ തന്നെ ആഘോഷരാവതിന്. എന്നിട്ട് നമ്മുടെ ഗോവിന്ദൻ വന്ന് ഗീതുവിനോട് തൻ്റെ ഇഷ്ടം പറയുന്നു. അതുപോലെ തന്നെ വിഷു കൈനീട്ടം കൊടുക്കുന്നു. അങ്ങനെ ഗീതുവും ഗോവിന്ദനും ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരുടെയും കണ്ണുകൾക്ക് അസൂയുണ്ടാക്കുന്ന രീതിയിൽ അവിടെ നിൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗോൾഡ് കോയിൻ കൊടുത്ത് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ എല്ലാവരെയും സ്നേഹം കൊണ്ട് പൊതിയുന്നു. ആ സമയത്ത് അവിടെ നമ്മുടെ കാഞ്ചനയും അതുപോലെ ഷിബുവും എല്ലാവരും വരുന്നു. അവർക്കൊക്കെ കൈനീട്ടങ്ങൾ കൊടുക്കുന്നു. എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ വീട്ടുമുറ്റത്തേക്ക് വരുന്നു. എല്ലാവരും കണി കാണുന്നു ഉണ്ണിക്കണ്ണനെ. അങ്ങനെ എന്താ പറയുക, നല്ലൊരു സമ്പന്നതയുടെ ഒരു വിഷു, പിന്നെ ഒരു നല്ല പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഗോവിന്ദൻ കൃഷ്ണനായി, അതുപോലെ ഗീതു രാധയായി, പിന്നെ അവരുടെ ഡാൻസും അങ്ങനെ ആ ഒരു ഇതെല്ലാം നല്ല സുഖസുന്ദരമായിട്ട് ഇങ്ങനെ അവിടെ നടക്കുന്നു. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായൊരു നിമിഷം ഇനി അങ്ങോട്ടേക്കുണ്ടാകും. കാരണം ഗോവിന്ദൻ ഗീതുവിൻ്റെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞു. അജാസ് യഥാർത്ഥ ശത്രുക്കളെയും കാണിച്ചു കൊടുത്തു. അപ്പം കണ്ടോ കൃഷ്ണൻ്റെ ആദ്യമായിട്ട് ഒട്ടി നിൽക്കുന്നത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ ഗീതുവിനെയും ഗോവിന്ദനെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് കാഞ്ചന ഇങ്ങനെ പറയുന്നു. അന്നേരം ഗീതു എന്നൊക്കെ പറഞ്ഞ് നാണം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു. പിന്നെ ഗോവിന്ദൻ്റെ ഈ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗീതുവിന് എന്തെന്നറിയാത്ത ഒരു വികാരമൊക്കെ. അത് കഴിഞ്ഞ് ആ വീട്ടിൽ വന്ന കണ്ണനായിട്ട് വന്ന കുട്ടികളും അതിനൊപ്പം രാധയായിട്ടും തോഴിമാരായിട്ടൊക്കെ വന്ന് ഡാൻസ് കളിച്ച കുട്ടികൾക്ക് വിഷു കൈനീട്ടം കൊടുത്ത് ഗോവിന്ദൻ അവരെ പറഞ്ഞയക്കുന്നു. ഇതൊക്കെ ഗീതു ഇങ്ങനെ വളരെ സ്നേഹത്തോടെ കരുതലോടെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഇത്രയും നല്ലൊരു മനുഷ്യനെ തൻ്റെ ഭർത്താവായി കിട്ടിയല്ലോ എന്നുള്ളൊരിതിൽ. പിന്നെ രാത്രിയായി അവർ പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ അതും നല്ല സൂപ്പർ സുന്ദരമായിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സാർ എന്താ കൂടാത്തത് എന്നുള്ള കാര്യം ഷിബു ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ആഘോഷിക്കുന്നതിനേക്കാൾ എൻ്റെ ചുറ്റിനും നിൽക്കുന്നവർ സന്തോഷത്തോടെ ആഘോഷിക്കുന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞു. ഗോവിന്ദേട്ടാ വാ നമുക്ക് അവർക്കൊപ്പം കൂടാം എന്നും പറഞ്ഞു. അതേ അളിയൻ വന്നു. ഇനി വിഷു വരെ ഒരു വർഷം കൂടി കാത്തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാനില്ല നിങ്ങൾ കത്തിക്കാൻ പറഞ്ഞു ഗോവിന്ദൻ. എന്നിട്ട് ഗീതുവിനെ തന്നെ ഗോവിന്ദൻ ഇങ്ങനെ ശ്രദ്ധിക്കുക. കാരണം അജാസ് പറഞ്ഞപ്പോൾ ഗീതുവിൻ്റെ വില എന്താണെന്നും ഗീതുവിൻ്റെ മനസ്സെന്താണെന്നും ശരിക്കും മനസ്സിലാക്കിയ നമ്മുടെ ഗോവിന്ദൻ പിന്നെ ഗീതുവിനെ പ്രണയിച്ച് തുടങ്ങുവാണ്. ഈ സമയം കാഞ്ചന മാറി നിൽക്കുമ്പോൾ കാഞ്ചനക്ക വാ വന്ന് കത്തിക്കാൻ പറഞ്ഞ് ഗീതു വിളിക്കുക. അപ്പോൾ കാഞ്ചന വാ, കാഞ്ചനയുടെ പേട് മാറ്റി നമുക്കൊരു ഗുണ്ട് പൊട്ടിച്ചാലോ എന്ന് ചോദിച്ചു രേഖ. അയ്യോ ഗുണ്ടൊന്നും വേണ്ട, അത് പ്രിയമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷമാണെന്ന് പറഞ്ഞു ഗോവിന്ദൻ. അടുത്ത വർഷം വിഷു കൂടാൻ ഒരാളും കൂടി ഉണ്ടാകുമല്ലോ. ഗീതു ചേച്ചിയും കണ്ണേട്ടനും മനസ്സ് വെച്ചാൽ അടുത്ത വർഷത്തെ വിഷു ആഘോഷിക്കാൻ ഒരാളും കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞു നമ്മുടെ പ്രിയ അന്നേരം. അങ്ങനെ ഗോവിന്ദൻ ഗീതുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഗീതു ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പടക്കം പൊട്ടിക്കുന്നു, അതുപോലെ തന്നെ പൂത്തിരി കത്തിക്കുന്നു. പിന്നെ കാഞ്ചനയുടെ പേടി മാറ്റാനായിട്ട് അവരെല്ലാവരും കൂടെ കാഞ്ചനയെ കൊണ്ട് പൂത്തിരി കത്തിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയം നമ്മുടെ ഗീതു കണ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചത് വാ കണ്ണേട്ടാ വാ എന്നും പറഞ്ഞു. എന്നിട്ട് കണ്ണേട്ടനെ കൊണ്ടും ആ ഒരു പൂത്തിരി കത്തിപ്പിക്കുന്നു. അങ്ങനെ കണ്ണൻ്റെ കൂടെ ഇടപഴകി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ഗീതു ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുക. ഗോവിന്ദൻ ശരിക്കും അതൊക്കെ ആഘോഷിക്കുക കേട്ടോ ഇപ്പം. കാരണം കളങ്കമില്ലാത്ത സ്നേഹമാണ് ഗീതുവിൻ്റേത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെ സ്നേഹിച്ച് തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു തുടക്കമായിക്കൊള്ളട്ടെ അവരുടെ ജീവിതം എന്നുള്ളൊരു രീതിയിലാണ് കഥയുടെ മുന്നോട്ടുള്ള പോക്ക്. ഇന്നലെ വരെ കണ്ട ഗോവിന്ദനെ ആയിരിക്കില്ല രാധികയും വരുണും മറ്റാരും ഇന്നിനി കാണാൻ പോകുന്നത്. ഇന്ന് തൊട്ടങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത്. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നമ്മുടെ ഗോവിന്ദൻ ചങ്കു പറിച്ചു നൽകി ഇനി ഗീതുവിനെ സ്നേഹിക്കും. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റോറി വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു.
അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥകളും വിശേഷങ്ങളും ഒക്കെയായി കാണാം.